പ്രസവാനന്തര ചികിത്സ അമ്മയെ സംബന്ധിച്ചിടത്തോളം പ്രസവശേഷം ഉണ്ടാകുന്ന ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ശരിയാക്കുന്നതിനായിട്ട്, ഗർഭാശയ ശുദ്ധിക്കായിട്ട്, ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്നതിനായിട്ട്, അതുപോലെ തന്നെ ആരോഗ്യവും സൗന്ദര്യവും പ്രതിരോധശേഷിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിനായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു ചികിത്സാക്രമമാണ്. ആയുർവേദത്തിൽ വിവിധ തരത്തിലുള്ള ശരീരപ്രകൃതികളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ ഒരു ശരീരപ്രകൃതിയുണ്ട്. അതുപോലെ അമ്മയുടെയും ശരീരപ്രകൃതി എന്താണെന്ന് മനസ്സിലാക്കി മറ്റെന്തെങ്കിലും ശാരീരികമായിട്ടുള്ളോ മാനസികമായിട്ടുള്ളോ ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് മനസ്സിലാക്കി വേണം നമുക്ക് അകത്തേക്ക് നിർദ്ദേശിക്കേണ്ട ഔഷധങ്ങളായാലും, തലയ്ക്കോ മേലേക്കോ ഉപയോഗിക്കുന്ന എണ്ണ കുഴമ്പുകളായാലും, തലയ്ക്കും മേലേക്കും കുളിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കുന്ന വെള്ളങ്ങളായാലും ഒക്കെ നിശ്ചയിക്കാനായിട്ട്. ഇത് 3 ഘട്ടങ്ങളിലായിട്ടാണ് ചികിത്സയിൽ ചെയ്യുന്നത്. ആദ്യം ഗർഭാശയ ശുദ്ധിക്കായിട്ട്, അതുപോലെ തന്നെ ദഹനം ശരിയാക്കാനായിട്ടുള്ള ഔഷധങ്ങൾ കൊടുക്കുന്നു. അതിനുശേഷം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ശരീരത്തിലെ പേശികൾക്കും മസ്തികൾക്കും നാഡീഞരമ്പുകൾക്കുമെല്ലാം വരുന്ന ക്ഷതങ്ങളെ തീർക്കാനായിട്ടുള്ള ചികിത്സകൾ ചെയ്യുന്നു. അവിടെയാണ് നമുക്ക് എണ്ണ പുരട്ടി തടവുന്നതിൻ്റെയും വയറിൽ ബാൻഡേജ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ പ്രാധാന്യം. അതിനുശേഷം വീണ്ടും ശരീരത്തിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായിട്ട്, വീണ്ടും ഒരു കുഞ്ഞിനെ തരാൻ പാകത്തിനായിട്ട് ശരീരത്തിനെ പാകപ്പെടുത്തി എടുക്കാനായിട്ടുള്ള ഔഷധങ്ങളാണ് പിന്നീട് നിർദ്ദേശിക്കുന്നത്. കുഞ്ഞിൻ്റെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ്. കുഞ്ഞിനും നമുക്ക് സെലക്റ്റീവായിട്ടുള്ള മരുന്നുകൾ ഇട്ടിട്ടുള്ള വെന്ത വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും പ്രതിരോധശേഷിക്കും വളർച്ചയ്ക്കുമൊക്കെ ഏറെ സഹായകരമായിട്ടുള്ളതാണ്. വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒന്നാണ്, ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും ചെയ്യേണ്ട ഒന്നാണ് പ്രസവാനന്തര ചികിത്സ. 3rd 4th വീക്കിലാണ് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശ്വേതാരണ്യ തന്നെയായിരുന്നു ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കാര്യമായിട്ട് സ്കിൻ അലർജീസ് ആയിരുന്നു, പോസ്റ്റ് കോവിഡ് ഇഷ്യൂസായിട്ട് കൂടുതലുണ്ടായിരുന്നു. സോ അതാണ് ആദ്യം അഡ്രസ്സ് ചെയ്തത്. ഒരു സെക്കൻഡ് ഡേയിൽ തന്നെ എനിക്ക് കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. സ്കിന്നിൻ്റെ കാര്യത്തിൽ സ്കിൻ പ്രോബ്ലംസിലൊക്കെ കാര്യമായിട്ട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. സോ അതിന് ശേഷം ആ സ്കിൻ പ്രോബ്ലം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് പിന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്, എണ്ണയൊക്കെ ഇട്ടിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഓരോരുത്തരുടെയും ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണ് അവരുടെ എല്ലാം ചോദിച്ചിരുന്നത്, അതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്ലാനാണുള്ളത്. സോ ഞങ്ങൾ 2 പേരുണ്ട് ഇവിടെ, പക്ഷെ 2 പേർക്കും ഈ പറഞ്ഞ പോലെ 2 തരത്തിലാണ് ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോയത്. ആ ട്രീറ്റ്മെൻറ്റ് രീതികളൊക്കെ 2 പേർക്കും അവരവരുടെ ഇതിനനുസരിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് 2ഇടത്തും കൊടുക്കുന്നത്. പിന്നെ എനിക്ക് കാര്യമായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ അത് ആ ഗ്യാസ്ട്രിക് ഇഷ്യൂസ് മോനും എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ അവനൊരു കോളിക് കണ്ടീഷനൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു പീരീഡൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളായിരുന്നു. സോ ഇവിടെ എത്തിയതിന് ശേഷം എൻ്റെ ഗ്യാസ്ട്രിക് ഇഷ്യൂസിനെ പ്രത്യേകം അഡ്രസ്സ് ചെയ്തു. സോ അതിൻ്റെ മരുന്നും കാര്യങ്ങളെല്ലാം കഴിച്ച് ഒരു 1 വീക്കിൽ തന്നെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കുറേ സോൾവായി. സോ അത് കുഞ്ഞിനും അത് വ്യത്യാസം നമുക്ക് കാണുന്നുണ്ട്. സോ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ബോഡിയിൽ ആ ചേഞ്ചസ് കാണാനുണ്ട്, വേദനകളും ആ ഒരു പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടി. സോ ഹാപ്പിയാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനിപ്പോഴും ഡോക്ടറായിട്ട് അസോസിയേറ്റഡ് പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിട്ട് എപ്പോഴും ഫസ്റ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ ശ്വേതാരണ്യ തന്നെയാണ്. മാത്രമല്ല ഞാൻ അതിന് ശേഷം പലപ്പോഴും ആയുർവേദ ഹോസ്പിറ്റലിൽ മറ്റ് ഹോസ്പിറ്റൽസിലും ഈ ഇൻഡസ്ട്രിയായിട്ട് ചേർന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ ഡോക്ടേഴ്സായിട്ട് ചേർന്നിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എത്രത്തോളം ഡിഫറൻസ് ഉണ്ട്, ശ്വേതാരണ്യ മറ്റ് ഹോസ്പിറ്റൽസിൽ നിന്ന് എത്രത്തോളം വ്യത്യസ്തമാവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ എവിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഒരു ഫാമിലി ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ, പ്രത്യേകിച്ച് ഒരു ന്യൂ ബോണിനെയും കൊണ്ടൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രാവൽ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് പോയി സെറ്റിൽ ആവുമെന്നൊക്കെ പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് അങ്ങനെ യാതൊരു ഡിഫിക്കൽട്ടിയും ഉണ്ടായിരുന്നില്ല. വെച്ചാൽ അവരാണെങ്കിലും ഇവിടെയുള്ള എല്ലാവരും ആണെങ്കിലും സ്വന്തം കുഞ്ഞിനെ എന്നുള്ള രീതിയിൽ അവർ ആ ഒരു കെയർ കൊടുക്കുകയും എല്ലാത്തിലും ഇൻവോൾവ് ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വൈഫൈ നെറ്റ്വർക്ക് കണക്ടിവിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് മറ്റ് വർക്കുകളുടെയൊക്കെ ഇൻവോൾവ് ചെയ്യാനൊക്കെ പറ്റുമായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നത്, ഇപ്പം ഇവിടെ ഡിപ്രഷൻ പോലുള്ള മെൻ്റൽ ഹെൽത്ത് ഡിസീസസിന് ഉൾപ്പെടെയുള്ള ചികിത്സകൾ നടത്താറുണ്ട്. അപ്പം പൊതുവേ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിയുമ്പം ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളൊരു സംഗതി ഇപ്പം കോമൺ ആണ്. അപ്പം അങ്ങനെ ഒരു സംഗതിയുടെ എന്താ പറയുക ഒരു സാധ്യത കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ഇവിടെ അദ്ദേഹം അതിനുള്ളൊരു അവസരം കൊടുക്കാണ്ട് അതും കൂടെ മാനേജ് ചെയ്യും എന്നുള്ളതിൽ സാറിനെ ഡോക്ടറെ സംബന്ധിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അപ്പം അതുകൂടെ കൊണ്ടാണ് ഈ ഒരു അറ്റ്മോസ്ഫിയറും ഈ ഒരു ശ്വേതാരണ്യ തന്നെ വരാനും കൂടി തീരുമാനിച്ചത്. വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ദിവസങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിലും നമുക്ക് യാതൊരു വിരോധമില്ല, സന്തോഷം
സന്തോഷമായിട്ട് തന്നെ പോകുന്നുണ്ട്. സോ തീർച്ചയായിട്ടും എപ്പോഴും എന്നത്തെയും പോലെ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥാപനം തന്നെയാണ് ശ്വേതാരണ്യ ആയുർവേദാശ്രമം. ഇവിടെ പോസ്റ്റ്നേറ്റൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്ന് അറിഞ്ഞാണ് വന്നത്. നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ പറയുന്നത്. കുറച്ച് ദിവസത്തിനകം തന്നെ നല്ല വ്യത്യാസം വന്നു. വയറ് ചാടിയതിനും അതുപോലെ ക്ഷീണത്തിനും എല്ലാം നല്ല വ്യത്യാസം വന്നു. കുട്ടീനെ കുളിപ്പിക്കുന്നതായാലും ഇവിടെ വന്നേ പിന്നെ ഉറക്കവും വാശിയൊക്കെ എല്ലാത്തിനും നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്.